بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ഭംഗിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ഘടകമാണ്. ഉന്നത്തോടുകൂടി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട സ്ഥലത്ത് മണിക്കുക, അതുപോലെ ദീർഘം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ. പൊതുവിൽ എല്ലാ അഹ്കാമുകളും പൂർത്തിയായി ശരിയായ വിധത്തിൽ പാരായണം ചെയ്യുക എന്നത് തന്നെയാണ് തജ്വീദിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അന്നൂനു സാക്കിന ഹുവ തൻവീൻ. സുക്കൂൻ നൽകപ്പെട്ട നൂനും തൻവീനും അവ രണ്ടിൻ്റെയും ശബ്ദം ഒരേപോലെ ഉച്ചരിക്കുകയായതിനാൽ അവയെ ബാധിക്കുന്നതായ നിയമങ്ങൾ. അതിലൊന്നാമത്തേത് ഇൽഹാർ, വെളിവാക്കുക എന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീനിലെ രണ്ടാമത്തെ ഹുക്മാണ്. സുക്കൂൻ നൽകപ്പെട്ട നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളിൽ, നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമാണ് അൽ ഇദ്ഗാം, ഇദ്ഗാം ചെയ്യുക എന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ആവശ്യമുള്ളത് നോട്ട് ചെയ്യണം. സൂചിപ്പിച്ച കാര്യമാണ്. നോട്ട്ബുക്കും പെന്നും നമ്മുടെ കയ്യിലുണ്ടാവണം. അൽ ഇദ്ഗാം ലുഗതൻ ഇദ്ഖാലു ശൈഇ ഫി ശൈഇ. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. സ്ക്രീന് എല്ലാവർക്കും വ്യക്തമാണെന്ന് മനസ്സിലാകുന്നു വിചാരിക്കുന്നു. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒന്നിനെ മറ്റൊന്നിലേക്ക് പൂർണ്ണമായും പ്രവേശിപ്പിച്ച് ലയിപ്പിച്ച് പറയുക. ഇതാണ് ഭാഷയിൽ ഇദ്ഗാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിനെ മറ്റൊന്നിലേക്ക് പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കുക. ഇനി സാങ്കേതികമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇദ്ഖാലു ഹർഫിൻ സാക്കിനിൻ ഫി ഹർഫിൻ മുതഹർരിക്. ഒരു സാക്കിനായ ഹർഫിനെ, സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തെ ശേഷമുള്ള ഹറക്കത്ത് നൽകപ്പെട്ട അക്ഷരത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതാണ് സാങ്കേതികമായി തജ്വീദിൽ ഇദ്ഗാം എന്ന് പറയുമ്പോൾ ലക്ഷ്യമാക്കുന്നത്. തജ്വീദ് എന്ന് മാത്രമല്ല, ഭാഷയുടെ അടിസ്ഥാന നിയമം വ്യാകരണത്തിലായിരുന്നാലും. النطق بالحرفين حرفا كالثاني مشددا എന്ന് ഇമാം ഇബ്നുൽ ജസരി പറയുകയുണ്ടായി എന്നാണ്. രണ്ട് ഹർഫുകളെ ഒറ്റ ഹർഫാക്കി ഉച്ചരിക്കുക. ചിലപ്പോൾ രണ്ടാമത്തെ അക്ഷരം മുഷദ്ദദായും ഉച്ചരിക്കപ്പെടും. ഇതൊക്കെ ഇദ്ഗാമാണ്. ഇവിടെ സാക്കിനായ നൂനിനെയും തൻവീനിനെയും ഇദ്ഗാം ചെയ്യുന്നു. إذا أتى بعدهما حرف من أحرف يرملون. യർമുലൂന എന്ന പദത്തിലടങ്ങിയ 6 അക്ഷരങ്ങളിൽ ഒന്ന് അവയ്ക്ക് ശേഷം വന്നാൽ, അഥവാ സാക്കിനത്തായ നൂനിനും തൻവീനിനും ശേഷം വന്നാൽ ഇദ്ഗാം ചെയ്യേണ്ടതാണ്. വഹുവ നൗഉ ഖിസ്മാനി. അൽ ഇദ്ഗാം ഖിസ്മാനി, ലയിപ്പിക്കുക, ഇദ്ഗാം ചെയ്യുക എന്ന ആ നിയമം 2 ഖിസ്മാണ്, 2 വിഭാഗമാണ്. ഇദ്ഗാമുൻ ബിഗുന്ന ഫി അഹ്റുഫി യൂമിനു ഔ യൻമു. യൂമിനു എന്നോ യൻമു എന്നോ എന്ത് പറഞ്ഞാലും സമമാണ്. ഈ പദത്തിൽ അടങ്ങിയ 4 അക്ഷരങ്ങളായ യാ, നൂന്, മീമ്, വാവ്, ഈ അക്ഷരങ്ങളിൽ ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിക്കണം. സാക്കിനത്ത നൂനിനെയും തൻവീനിനെയും യാ
നൂൻ, മീം, വാവ് ഈ ഹർഫുകളിലാകുമ്പോൾ ലയിപ്പിച്ച് മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ രണ്ടാമത്തെ ഖിസ്മ്, രണ്ടാമത്തെ വിഭാഗം ഇദ്ഗാമുൻ ബിലാ ഗുന്ന, മണിക്കാതെ ലയിപ്പിക്കലാണ്. അത് ഫി അല്ലാമി വറാ, ലാമിലും റായിലുമാണ്. ലാമിലും റായിലും ഇദ്ഗാം ചെയ്യുമ്പോൾ മണിക്കാതെ ലയിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് വിഭാഗമാണ് ഇദ്ഗാം ബി ഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇദ്ഗാം ബി ഗുന്നയുടെ ഉദാഹരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് യാഇന്റെ തൊട്ട് മുമ്പിൽ സാക്കിനത്തായ നൂന് വരുന്നത്. ഫമൻ യഅമൽ, ഫമൻ യഅമൽ. തൻവീൻ ഖൈറൻ യറ. ഇവിടെ എന്താ ചെയ്യുന്നത്? നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുന്നു. പൂർണ്ണമായ ലയനമല്ല, മറിച്ച് ഭാഗികമായ ലയനമാണ്. ഇദ്ഗാം നാഖിസാണിത്. നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. നാഖിസാണ്. എന്തുകൊണ്ട് നാഖിസാണ്? നിങ്ങൾ നോക്കുക, രണ്ടാമത്തെ, അതായത് ഏത് ഹർഫിലേക്കാണോ ഇവിടെ ചുവന്ന കളറിൽ എഴുതിയിട്ടുള്ള ശേഷമുള്ള അക്ഷരം യാ, അതിനു മുകളിൽ ശബ്ദ ദിത്വത്തിൻ്റെ ചിഹ്നമില്ല. അതുകൊണ്ട് തന്നെ നാഖിസാണ്, കാമിലല്ല, പൂർണ്ണമല്ല. പൂർണ്ണമാകുമ്പോഴാണ് ശബ്ദിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പം ഇവിടെ ഫമൻ യഅമൽ. കൂടാതെ പൂർണ്ണമായ ലയനമാണെങ്കിൽ ഫമൻ യഅമൽ എന്നാണ് പറയുക. അത് നമ്മുടെ റിവായത്തിൽ അങ്ങനെ പറയുന്ന രീതിയില്ല. നാം പാരായണം ചെയ്യുന്ന റിവായത്തു ഹഫ്സിൻ അൻ ആസിം, ഈ റിവായത്തിൽ എന്ന് മാത്രമല്ല അധിക ഖിറാത്തുകളിലും ഈ ഇദ്ഗാം നാഖിസായിക്കൊണ്ട് നൂനിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ നൂനിൻ്റെ ശബ്ദം ഭാഗികമായി കേൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാരായണം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇമാം ഹംസയുടെ ഖിറാഅത്തിൽ ഫമൻ യഅമൽ എന്ന് പൂർണ്ണമായും ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്നുമുണ്ട്. ഇവിടെ ഭാഗികമായ ഇദ്ഗാമാണെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. യാഇനും വാവിനും മുമ്പിൽ സാക്കിനായ നൂനോ തൻവീനോ വരുമ്പോൾ ആ യായിലേക്കും വാവിലേക്കും ഭാഗികമായി ലയിപ്പിക്കുന്നു. ആ യാഇനും വാവിനും മുകളിൽ ശബ്ദ് എഴുതുകയുമില്ല, കാരണം പൂർണ്ണമല്ലാത്തതുകൊണ്ട്, ഇദ്ഗാം പൂർണ്ണമല്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ വാവിൻ്റെ ഉദാഹരണം നോക്കൂ. മിൻ വലി, തൻവീൻ ഷൈഇൻ വകീൽ. ഇനി മൂന്നാമത്തെ ഉദാഹരണം യൻമൂവിലെ മൂന്നാമത്തെ അക്ഷരം മീം, മിമ്മാൽ. ഇവിടെ എന്താ സംഭവിച്ചത്? നൂനിനെ പൂർണ്ണമായും ഇദ്ഗാം ചെയ്തു, ലയിപ്പിച്ചു. ശേഷം ശബ്ദ് നൽകപ്പെട്ട ഒറ്റ മീമിനെ മാത്രമാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ഗാം കാമിൽ എന്നതിന് പേര് പറയും. മിമ്മാൽ, ഇദ്ഗാം ബിഗുന്ന, കാമിലാണ്. ഖൈറും മിൻ. നൂനിൻ്റെ ഉദാഹരണം വലൻ നുശ്രിക, ശബ്ദ് നൽകപ്പെട്ട ഒറ്റ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു. ഷൈഇൻ നുകുർ, ഷൈഇൻ നുകുർ. ഇതാണ് ഇദ്ഗാം ബിഗുന്നയുടെ ഉദാഹരണങ്ങൾ. ഇവിടെ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഡോക്ടർ ഐമൻ സുവൈദ് പറയുകയാണ്, ഇദ്ഗാം ബിഗുന്നയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നൂനിൻ്റെ ശബ്ദം ഇവിടെ രണ്ട് ഭാഗമാണ്, രണ്ട് പാതിയാണ്. നിസ്ഫുൻ ലിസാനിയുൻ മുകമ്മൽ വ നിസ്ഫുൻ ഖൈഷൂമിയുൻ മുകമ്മിൽ.
അങ്ങനെ രണ്ട് ഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. അതായത് നൂന് നാവിൻ്റെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പകുതിയും അതിനെ പൂർത്തിയാക്കുന്നതായ ഹൈഷൂമിൻ്റെ തരിമൂക്കിൽ നിന്നുമുള്ള മറ്റൊരു പകുതിയും. അപ്പോൾ ഇവിടെ മണിക്കൽ ശബ്ദമുണ്ടാകുന്നത് ഹൈഷൂമിൻ കൂടി ചേർന്നുകൊണ്ടാണ്, തരിമൂക്കിൽ നിന്നുകൂടിയാണ്. അപ്പോൾ ആ തരിമൂക്കിൻ്റെ ആ പകുതിയെ മുക്കമ്മിൽ പൂർത്തിയാക്കുന്ന പകുതിയെന്നും നാവ് അണ്ണാക്കിൽ അല്ലെങ്കിൽ മോണയിൽ ടച്ച് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന നൂനിൻ്റെ ആ ശബ്ദം, ആ ഭാഗത്തിന് നിസ്ഫു മുക്കമ്മൽ എന്നും പേര് പറയുന്നു. മുക്കമ്മിൽ, മുക്കമ്മൽ എന്നിങ്ങനെ രണ്ട് ഭാഗമായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഹൈഷൂമും നാവും ആ മഖ്റജും എല്ലാം കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഉന്നത്ത് നൽകിക്കൊണ്ടുള്ള ശബ്ദം ഉണ്ടാകുന്നത് എന്നർത്ഥം. فعند الإدغام بغنة يتحول النصف اللساني إلى مخرج الحرف الآتي بعد النون ويبقى صوت الغنة ظاهرا مطولا مصاحبا لنطق الحرف المدغم، فإذا وصل القارئ إلى نطق الحرف المدغم فيه انقطع صوت الغنة المطولة كما في اللوحة التالية. അതായത് ഇവിടെ മണിക്കൽ ശബ്ദം നൂനിൻ്റെ ഉച്ചാരണത്തിന് ശേഷം അവിടെ അവസാനിച്ച് പിന്നീട് വയബഖ സൗത്തുൽ ഗുന്നത്തി ളാഹിറൻ മുതവ്വല, അല്പം ദീർഘം നൽകിക്കൊണ്ട്, അല്പം സമയമെടുത്തുകൊണ്ടാണല്ലോ നമ്മൾ മണിക്കുന്നത്. ആ മണിക്കൽ ശബ്ദം എന്താകുന്നു? മുസാഹിബൻ ലിനുത്ഖിൽ ഹർഫിൽ മുദ്ഗം. ഈ ഉന്നത്ത് ചെയ്യുന്നതായ, മണിക്കുന്നതായ അല്ലെങ്കിൽ ഇദ്ഗാം ചെയ്യുന്നതായ ഹർഫിനോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അതിനോടൊപ്പം തന്നെ ആ ശബ്ദം നിലനിൽക്കുന്നു. അങ്ങനെ എന്താകുന്നു? ഇലാ നുത്ഖിൽ ഹർഫിൽ മുദ്ഗമി ഫീഹി, ഏത് ഹർഫിലേക്കാണോ ഇദ്ഗാം ചെയ്യുന്നത് ആ ഹർഫിലേക്ക് ശബ്ദം എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി ഉന്നത്തിൻ്റെ ശബ്ദം അവിടെ അവസാനിക്കുന്നു. പിന്നീട് നമ്മളുടെ ശബ്ദം വരുന്നത് ശേഷമുള്ള അക്ഷരത്തിൻ്റെ മഖ്റജിൽ നിന്നാണ്. മ്യൂ അല്ലേ, മ്യൂ മ്യൂ വ. പിന്നെ ഉച്ചരിക്കുന്നത് വാവിൻ്റെ മഖ്റജിൽ നിന്ന് വാവിനെയാണ്. മ്യൂ അലി, മ്യൂ അലി. ഇതാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. ഫമൻ യഅമൽ, ഇവിടെ ഫമൻ യഅമൽ, ഫമൻ യഅമൽ എന്ന് ഇത് യാഉൻ തുസാഹിബുഹാ ഗുന്നത്തുൻ മുതവ്വല, ദീർഘം നൽകപ്പെടുന്ന അല്പസമയം എടുത്തുകൊണ്ടുള്ളതായ ആ ഗുന്നത്ത് അതിനോടൊപ്പം ചേർന്നുകൊണ്ട് യാഇനെ ഉച്ചരിക്കുന്നു. അതുപോലെ ഖൈറും മിൻ, ഖൈറു എന്ന റാഇന്റെ ശബ്ദം അവസാനിപ്പിച്ചു, പിന്നീട് മീമാണ് ഉച്ചരിക്കുന്നത്. ഖൈറും മിൻ, രണ്ട് മീമിനെ അഥവാ ശ്രദ്ധ നൽകപ്പെട്ട ഒറ്റ മീമിനാണ് അവിടെ ഉച്ചരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇവിടെ രണ്ട് പകുതിയാണ്, അൽ ജുസ്ഉൽ ലിസാനി, അൽ ജുസ്ഉൽ ഖൈഷൂമി എന്നിങ്ങനെ രണ്ട് പകുതിയാണ് എന്നതാണ് മനസ്സിലാക്കുവാനുള്ളത്. ഇവിടെ നമ്മൾ അനുബന്ധമായി അറിയേണ്ട ഒരു കാര്യമാണ് ലാ തുദ്ഗമു നൂനു സാകിനതു ഫിൽ വാവി അവൽ യാഇ ഇദാ ഇജ്തമഅതാ ഫീ കലിമത്തിൻ വാഹിദ. സാകിനത്തായ നൂന് വാവിലും യായിലും ഒറ്റ പദത്തിലാകുമ്പോൾ ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല. ഇത് തൻവീൻ ഉണ്ടാവില്ല, നൂന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നമുക്കറിയാം. ആ പദങ്ങൾ ഇവയാണ്, ആ 4 പദങ്ങൾ. ഒന്ന് ഖിൻവാൻ, ഒറ്റ പദത്തിലായി സാക്കിനായ നൂൻ വാവിന് മുമ്പിൽ വന്നു. രണ്ടാമത്തേത് സിൻവാൻ, ഈ 2 പദങ്ങളാണ് വാവിൻ്റേത്. ശേഷം യാഇന് മുമ്പിൽ വന്നത് അദ്ദുനിയ, ബുൻയാൻ. ഇങ്ങനെ 4 പദങ്ങൾ മാത്രം. ഇവിടെ ഇതിന് ഇൽഹാർ മുത്ലഖ് എന്ന് പേര് പറയുന്നു. അതിലേക്ക് ചേർക്കപ്പെടുന്നത് തന്നെയാണ് ഇൽഹാർ മുത്ലഖിലായി
അതിൻ്റെ മുൽഹഖതായി ഇദ്ഗാർ മുത്ലഖ് എന്ന ആ വിധി തന്നെ നൽകപ്പെടുന്ന മറ്റ് രണ്ട് അവസ്ഥകൾ കൂടിയാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ എന്താണത്? لا يدغم حفص عن عاصم من طريق الشاطبي النون في الواو حالة الوصل من كلمتي യാസീൻ വൽ ഖുർആൻ എന്ന് ചേർത്തോതുമ്പോൾ അവിടെ യാസീൻ എന്നുള്ള നൂനിനെ ഇൽഹാർ ചെയ്യണം, മണിക്കാൻ പാടില്ല. യാസീൻ എന്ന് ഇദ്ഗാം ചെയ്യാൻ പാടില്ല. അതും ഈ ഇൽഹാർ മുത്ലഖ് എന്ന് ഇതിലേക്ക് ചേർക്കപ്പെടുന്ന പദങ്ങളാണ്. മറ്റൊന്നുകൂടി സൂറത്തുൽ ഖലം നൂൻ വൽ ഖലം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അവിടെ നൂൻ വൽ ഖലം എന്ന് ഇദ്ഗാം ചെയ്യുകയില്ല, ഇൽഹാറാണ് നൽകേണ്ടത് എന്നതും അനുബന്ധമായി നാം അറിയണം. അപ്പോൾ ഇദ്ഗാം രണ്ട് വിധമാണ്. ഇദ്ഗാം നൂനി സാക്കിന വ തൻവീൻ, അതിലൊന്നാമത്തേത് ഇദ്ഗാം ബിഗുന്ന, ശേഷിക്കുന്ന ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്നയെ കുറിച്ച് നമുക്ക് അടുത്ത സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ബാറക്കല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ